കുറച്ച് ആവശ്യത്തിന് സ്ക്രോൾ ചെയ്താലോ? പണം വരാനുള്ള ഒരു അവസരം നിങ്ങൾക്ക് കൊടുത്തൂടെ? ഇപ്പൊ എനിക്ക് ഏജ് കൂടിയിട്ടുണ്ട്, അത് മാറ്ററേ അല്ല. അല്ലെങ്കിൽ എനിക്ക് ഈ ടെക്നോളജി യൂസ് ചെയ്യാൻ സാധിക്കില്ല എന്നുള്ളത് മാറ്റർ അല്ല. ഇത് യൂസ് ചെയ്യാൻ അറിയാവുന്ന ആളുകൾ എന്ത് ചെയ്യുക, നിങ്ങൾ കണ്ടെത്തിയാൽ മതില്ലേ. കഴിഞ്ഞ ദിവസം സത്യം പറയുകയാണെങ്കിൽ ഞാൻ ഓൾറെഡി തൃശ്ശൂർ നമ്മളെ പ്രോഗ്രാമിൽ പോയ സമയത്ത് 8ാം ക്ലാസ് മാത്രം വിദ്യാഭ്യാസമുള്ള സ്വപ്ന എന്ന് പറയുന്ന ഒരു ലേഡി 50 ലക്ഷത്തിന്റെ ചെക്ക് വാങ്ങിച്ച സമയത്ത് നമുക്ക് എന്തൊക്കെയോ ഇനിയും ജീവിതത്തിൽ തിരിച്ചറിയേണ്ടതായിട്ടുണ്ടല്ലേ. വിദ്യാഭ്യാസമല്ല, നിങ്ങൾ മനസ്സിലാക്കേണ്ടല്ലേ, വിദ്യാഭ്യാസത്തിലല്ല കാര്യം. അറിവിലുപരി തിരിച്ചറിവാണ് എന്ത് വേണ്ടത് ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ അവന് വിജയിക്കാൻ വേണ്ടത് അല്ലേ. ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞു, ഞാൻ ഈ ബിസിനസ്സിൽ എന്തിനു വന്നു പറഞ്ഞു. ഇപ്പൊ നിങ്ങൾക്ക് ഇതിലുള്ള വരുമാനം എന്ന് പറയുന്നത് സ്റ്റോർ ഒരു യൂസർ ഐ ഡി പാസ്വേഡ് ഉണ്ടാവും. ആ യൂസർ ഐ ഡി പാസ്വേഡ് അല്ലേ നമുക്ക് അത് കിട്ടിക്കഴിഞ്ഞാൽ കുറച്ച് പ്രൊഡക്റ്റ് വാങ്ങിയിട്ട് നമ്മൾ സ്റ്റോർ ആക്ടിവേഷൻ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഫസ്റ്റ് അത് നിങ്ങളെ ആരാണോ ഇൻവൈറ്റ് ചെയ്ത് അവരോട് ചോദിക്കാം. ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല, നിങ്ങളുടെ സാധനം വിറ്റ് നടക്കൊന്നും വേണ്ട. ഇന്ന് ടെക്നോളജിക്ക് അനുസരിച്ചാണ് എന്ത് ചെയ്യുന്നത് ഫിജിക്കാട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അല്ലേ. നിങ്ങൾക്ക് ആവശ്യമുള്ള സാധനങ്ങൾ എന്ത് ചെയ്യുക, അതിൽ കുത്തുക, വാങ്ങിക്കുക. എത്രയാണോ കമ്പനി പ്രോഫിറ്റ് ആയിട്ട് നിശ്ചയിച്ചിരിക്കുന്നത് അതെന്ത് ചെയ്യും, കമ്പനി നമ്മളെ ബാങ്ക് അക്കൗണ്ടിലേക്ക് തരും. ക്ലിയർ അല്ലേ? ഇനി നമുക്ക് ഇപ്പോൾ ഞാനിപ്പോൾ കോഴിക്കോടാണ്, ഇപ്പോൾ മാഡം ഓൾറെഡി പാലക്കാടാന്ന് വിചാരിച്ചോളൂ. എനിക്ക് 2 ഓപ്ഷനാണുള്ളത്. ഒന്ന് എൻ്റെ സ്റ്റോറിൽ ലിങ്ക് എന്ത് ചെയ്യുക, ഷെയർ ചെയ്ത് കൊടുക്കാം.